കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി നാടുവിട്ടയാളെ പോലീസ് കയ്യോടെ പൊക്കി. ഭാരതപ്പുഴയിൽ ചാടി മരിക്കുകയാണ് എന്ന് സന്ദേശമയച്ച് നാടുവിട്ട ഗുജറാത്ത് സ്വദേശി ഗുഹാനി സിറാജ് അഹമ്മദ് ഭായിയാണ് പോലീസ് പിടികൂടിയത്. കടബാധ്യതയെ തുടർന്ന് സിനിമ തിരക്കഥയെ വെല്ലും വിധത്തിൽ സ്വന്തം മരണത്തെ ബന്ധുക്കളെ അറിയിച്ച ശേഷം ഗുഹാനി ഭായ് സ്ഥലം വിടുകയായിരുന്നു. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമ പഞ്ചാബി ഹൗസിനെ ഓർമ്മിപ്പിക്കുന്ന തിരക്കഥ. പക്ഷേ സംഭവം സിനിമയല്ല, എ റിയൽ ലൈഫ് സ്റ്റോറി. പേര് ഗുഹാനി സിറാജ് അഹമ്മദ് ഭായ്. കടം മൂക്കുമുട്ടെ എത്തിയപ്പോൾ ഭായ് ഒരു അറ്റകൈ പ്രയോഗിച്ചു. ഭാരതപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് ബന്ധുക്കൾക്ക് സന്ദേശമയച്ചു. ഇതോടെ അഗ്നിരക്ഷാസേനയും പോലീസും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഭാരതപ്പുഴയിൽ ഇറങ്ങി തിരച്ചിൽ. ഭായിയുടെ പൊടി പോലും കണ്ടെത്തിയില്ല. എന്നാൽ പോലീസ് അങ്ങനെ വിടാൻ കൂട്ടാക്കിയില്ല. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസിന്റെ ഒരു അന്വേഷണം ചെന്നെത്തിയത് ബംഗളൂരുവിൽ. റബ്ബർ ബാൻഡ് നിർമ്മാണമാണ് ഗുഹാനി സിറാജ് അഹമ്മദ് ഭായിയുടെ ബിസിനസ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മൊത്തമായി റബ്ബർ എടുത്ത് ഉൽപ്പാദനം. കഴിഞ്ഞ മാസവും പതിവ് പോലെ സിറാജ് അഹമ്മദ് കച്ചവട ആവശ്യത്തിനായി കേരളത്തിലേക്ക് വന്നു. കച്ചവടം ഉറപ്പിച്ചുവെങ്കിലും 1/2 കോടി രൂപയുടെ കടബാധ്യതയുള്ളതിനാൽ രൊക്കം പണമെടുത്ത് റബ്ബർ വാങ്ങാൻ കഴിയാതെ വന്നു. കടം വാങ്ങിയതിന്റെ അവധിയും കഴിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങാനും പറ്റാതായി. പിന്നെ നേരെ പോയത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പാലത്തിന്റെ മുകളിലേക്ക്. കടബാധ്യത കാരണം പുഴയിലേക്ക് ചാടി മരിക്കുന്നുവെന്ന് ഭാര്യയ്ക്ക് ഫോട്ടോ സഹിതം വാട്സപ്പ് സന്ദേശം അയച്ചു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പോലീസ് പിടികൂടിയതോടെ പൊട്ടിക്കരഞ്ഞ് സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കടം വാങ്ങിയവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമമാണ് വ്യാജ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഭായിയുടെ കുറ്റസമ്മതം. ഒറ്റപ്പാലത്തെത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ ശേഷം സിറാജ് അഹമ്മദ് ഭായിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.